എന്നും പാലക്കാട് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പിന്റെ ഗോദ എന്നൊക്കെ റെഡിയായി വരുമ്പോഴും NMR റസാഖ് ഇത്തവണ പുതിയ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് വളരെ ടൈറ്റ് ഫൈറ്റ് പാലക്കാട് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ വീടുകൾ കയറി ഇങ്ങനെ പോവാണ്. വളരെ ആവേശത്തോടുകൂടി പ്രവർത്തകരും വോട്ടർമാരും, മണ്ഡലത്തിലെ പ്രവർത്തകരും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും വോട്ടർമാരും ആവേശത്തോടുകൂടി ഏറ്റെടുത്തു LDFനെ. അവർ വളരെ സന്തോഷത്തോടുകൂടി ആ സുദിനത്തിനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പാലക്കാട് വോട്ടേഴ്സിനെ പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ അവർ നമ്മളോട് പങ്കുവെച്ചൊരാശയമുണ്ട്. അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വലിയൊരു ക്രൗഡ് പുള്ളറാക്കി ക്യാമ്പയിനറാക്കി കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ഷാഫി ഇതുപോലെ തന്നെയാണ് രാഹുലിനെയും മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഷാഫിയുടെയൊക്കെ ഒരു ഇമേജ് കുത്തനെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും റീബിൽഡ് ചെയ്യാൻ വലത് സൈബറിടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ നമുക്ക് വ്യക്തമായി ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ധാരാളം? എന്താ സാധിക്കാത്തതുകൊണ്ട്? കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ രാഷ്ട്രീയം എന്നാണ്. നോക്കൂ, ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു തുടർ ഭരണത്തോടെ പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു 10 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അതിനെതിരെ ഒരു കുറ്റപത്രം എന്തെങ്കിലും ഉണ്ടാക്കി അതിൽ പിടിച്ച് അതിനെതിരെ പറയുന്നതായിരിക്കും രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയം. തീർച്ചയായും. പക്ഷേ ഇവർക്ക് ഒന്നും പറയാൻ, ഒരു കുറ്റം പോലും പറയാനില്ലാത്ത വിധം വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ച ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. വളരെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാനപരമായ വികസനങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ട് അടിസ്ഥാനവും വസ്തുതാപരവുമല്ലാത്ത കുറേ ആരോപണങ്ങൾ പറയുക, എന്നിട്ട് അതിൻ്റെ പുറകിൽ തൂങ്ങിച്ചാടുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇതൊക്കെ പുച്ഛിച്ച് തള്ളുക. പാലക്കാട് പോലെ കബളിപ്പിക്കപ്പെട്ട ഒരു ജനതയില്ല. കാരണം വലിയ രീതിയിലേക്ക് ഒരു ക്യാമ്പയിനിങ് നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ആ കഴിഞ്ഞ പാസ്റ്റിനെ മുഴുവൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ രമേശ് പിഷാരടിയെ കൊണ്ടുവന്നിട്ട് അത് ചർച്ചയാവുന്നില്ല. അത് ചോദിക്കുമ്പോൾ ആക്രമിക്കുകയാണ്. നമ്മളിന്ന് UDFിലെ ഒരു നേതാവിനോട് പാലക്കാട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ജനശ്രദ്ധ മാറ്റാൻ പോകുന്നത്? അത് കഴിഞ്ഞ കാലമല്ലേ. ഇവിടെ വീണ്ടും പുതിയ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പാസ്റ്റിനെ മറക്കുന്ന ആ ഒരു സതീശൻ മുതൽ ഇങ്ങ് താഴെ തട്ട് വരെയുള്ളവർ കൊണ്ടുപോകുന്ന ആ ഒരു രീതി തന്നെയാണ് വരുന്നത്. അപ്പോൾ പാലക്കാട്ട് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്, ഒന്ന്, നാട്ടുകാരനായ സ്ഥാനാർത്ഥിയാവുന്നു. 2, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എല്ലാ രീതിയിലുള്ള ചലഞ്ച് താങ്കൾ ഏറ്റെടുക്കുന്നു. ഇതൊന്നും വലത് പാളയത്തിൽ കാണുന്നില്ല. രമേശ് പിഷാരടി ചോദിക്കുമ്പോൾ പിഷാരടി പറയുന്നത് ഞാൻ രാഷ്ട്രീയം പറയാൻ ഒരുക്കമല്ല, ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പോവാം, ശക്തമായ ആക്രമണങ്ങൾക്ക് ഞാനില്ല എന്നൊക്കെയാണ്. എന്താണ് മറുപടി? പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇവിടെ. രാഷ്ട്രീയപരമായ ഇത് തന്നെയാണ് ഇവിടെ. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. നമ്മളുടെ വികസനം, കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ വികസന തുടർച്ച, മൂന്നാമത് വരുന്ന പിണറായി ഗവൺമെൻറ്റിൻ്റെ വികസനത്തിലേക്കുള്ള പാലക്കാട് നിന്നുള്ള ഒരു ഭരണപക്ഷ MLA കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം പാലക്കാട്ടുകാർക്കുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ കേരളം വികസന കുതിപ്പിലേക്കാകുമ്പോൾ പാലക്കാട് കിതപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്തുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ആവശ്യമാണ്. ഇടതുപക്ഷ മനസ്സുള്ള മുഴുവൻ ആൾക്കാരുടെ ആവശ്യമാണ്. അപ്പോൾ ആയതുകൊണ്ട് അതിലേക്ക് കിട്ടിയ ഈ അവസരം നമ്മളുടെ പാലക്കാടുള്ള എല്ലാ മതേതര മനസ്സുമുള്ള, മതേതര സ്വഭാവമുള്ള ഇടതുപക്ഷ മനസ്സുകളും മുഴുവനും ആ പുതിയൊരു യുഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനമായ ഒരു ചോദ്യം കൂടെ. BJPയും UDFും ആണ് ഫൈറ്റ്. 3ാം സ്ഥാനം ഉറപ്പിച്ചു LDF എന്ന് പറയുന്നു വലത് സൈബറിടങ്ങൾ. എന്താണ് അതിനുള്ളൊരു മറുപടി? മറുപടി അറിയിക്കാത്ത കാരണം ഇന്ന് ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് LDF ആണ്. LDFിൻ്റെ കാൻഡിഡേറ്റ് ആണ്. എല്ലാ മാധ്യമങ്ങളുടെയും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും. അത് ഇന്നത്തെ ദിവസം, ഇന്ന് 24, ഇന്നലെ 23. ബാക്കി ഇപ്പം ഞാനും ഈ പറയുന്ന പിഷാരടിമാതിരി അവരെ കുറച്ച് കാണുന്നില്ല. മത്സര രംഗത്തുള്ളവരെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇടതുപക്ഷം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. വലിയ സന്തോഷം.